എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പല പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാട്ടോ. അതായത് ടോക്സിക് റിലേഷൻഷിപ്സ്. അതായത് റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളൊരു പാർട്ട്ണറായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമായിരിക്കില്ല. അതായത് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, അങ്ങനെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്സും അത് കുറച്ച് ടോക്സിക് ആവുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ അതാട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മളെല്ലാവരും പല പല വീഡിയോസിലൊക്കെ കണ്ട് കുറച്ചും കൂടെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാർട്ട്ണറും അതല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അങ്ങനെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാത്രമാണ് ഈ ടോക്സിസിറ്റി ഉണ്ടാവാന്നാട്ടോ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്ത് ഉണ്ടാവായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, അങ്ങനെ എല്ലാവരുടെയും ഈ ടോക്സിസിറ്റി ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം പലർക്കും നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്കൊരു ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പല ആളുകൾക്കും അവരൊരു ടോക്സിക് റിലേഷനിലാണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിരിക്കില്ല. അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അവർ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അപ്പോഴും അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല അവരിങ്ങനെ ഒരു ടോക്സിസിറ്റിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്കൊരു ടോക്സിക് റിലേഷൻ, അത് ഏത് തരത്തിലുള്ള റിലേഷനും ആവാം, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കടന്നു പോകുന്ന ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആണെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുക. അതായത് ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ള പോയിന്റ്സിന് രണ്ട് ആസ്പെക്ട് ഉണ്ട് കേട്ടോ. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ടായിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ടായിരിക്കും. അതായത് അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒന്നും കൂടെ നമ്മളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇമ്പ്രൂവ് ആവണം എന്ന് കരുതിയിട്ട് നമ്മളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ നമ്മളോട് എന്തെങ്കിലും നീ ഇത് ചെയ്യുന്നത് ശരിയല്ല, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കേട്ടോ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതല്ലാതെ അവരുടെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടോ അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനാട്ടോ നമ്മൾ നെഗറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഈ ആളുകൾ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തരുന്ന ആളുകളായിരിക്കില്ല കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമുക്ക് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മേത്ത് തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. അതായത് അത് നിന്റെ പ്രശ്നം കൊണ്ട് വന്ന ഒരു കാര്യമാണ്, അതല്ലെങ്കിൽ അത് നമ്മളുടെ തെറ്റുകൊണ്ടാണെന്ന് തന്നെ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അത് വളച്ചൊടിക്കുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. അതായത് അവർക്ക് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊന്നും ഒരു പ്രശ്നം ഉള്ള കാര്യമായിരിക്കില്ല. അവർ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാനോ ഒന്നും ഒരിക്കലും അവർ ശ്രമിക്കുന്ന ആളുകളായിരിക്കില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നെക്സ്റ്റ് പോയിന്റും ചേർത്ത് പറയാം, അവർ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് നമ്മളുടെ കാര്യങ്ങൾ നോക്കണം, നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷെ അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ നമ്മളുടെ ലൈഫിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവർ നമ്മളെ സമീപിക്കുന്നുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് അവരുടെ കാര്യങ്ങൾക്ക് അതല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അതല്ലാത്ത സമയത്ത് നമ്മൾ സങ്കടപ്പെടുന്നുണ്ടോ, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊന്നും ചോദിക്കാനായിട്ട് ഈ പറഞ്ഞ ആളുകൾ ആരും ഉണ്ടായിരിക്കില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓടിയെത്തുന്നത് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിച്ചോളൂ. അതുപോലെ ഈ ടോക്സിക് ആയ ആൾക്കാരുടെ പ്രത്യേകതയായിട്ട് ഈ വെർബൽ അബ്യൂസ് എന്ന് പറയുന്നത്, അതായത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരാളെ വെർബൽ അബ്യൂസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. വെറുതെ ഒരാളെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടായിരിക്കാം. അങ്ങനെ മറ്റുള്ള ആളെ, അതായത് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അതല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അത് അറിഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറിയായിരിക്കും നമുക്ക് വിഷമാവുന്നുണ്ടെന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളൊരു കൂട്ടത്തിൽ ഒരാളെ ഇങ്ങനെ നമ്മളെ സങ്കടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവർക്ക് അറിയാലോ, അവർക്കത് വിഷമാവുന്നുണ്ടെന്നുള്ള സിറ്റുവേഷൻ അവർക്ക് അറിയാലോ. എന്നിട്ടും അങ്ങനെ അബ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ടോക്സിസിറ്റിയുടെ വളരെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മൾ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുക എന്നുള്ളത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തത് നല്ല കാര്യമായിരിക്കാം, പക്ഷെ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതിലെന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ അവരെന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ അടുത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് നമ്മളെ കൊണ്ടും കൂടെ വിശ്വസിപ്പിക്കും. ആ രീതിയിൽ നമ്മളുടെ അടുത്ത് പെരുമാറുന്നതും ഈ ഒരു ടോക്സിസിറ്റി തന്നെയാട്ടോ. അതായത് ഇപ്പോൾ നമ്മളുടെ
സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് വന്ന ആൾ പറയുകയാണ്, അതായത് ഇത് നീ ചെയ്തത് ശരിയായില്ല, ഇത് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മളുടെ മൈൻഡിൽ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവുകയാണ്, നമ്മൾ ചെയ്തത് എന്തോ വലിയ തെറ്റാണെന്നുള്ള രീതിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് തിരുത്താൻ ശ്രമിക്കും. അപ്പോഴൊന്നും നമ്മൾ അറിയണില്ല ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഇമ്പാക്റ്റ് ആണെന്നുള്ളത് കേട്ടോ. അതാണ് ഈ ടോക്സിസിറ്റിയുടെ വളരെയധികം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. പല ആളുകളും അവർ ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കും, പക്ഷെ അവർക്ക് മനസ്സിലാവണില്ല. അവർക്ക് സ്ട്രഗിൾസ് ഉണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അവർക്ക് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. വേണമെങ്കിൽ റിവൈൻഡ് അടിച്ച് ഒരു വട്ടം കൂടി കേട്ടോളൂ. എന്നിട്ട് ജസ്റ്റ് സ്വസ്ഥമായിട്ട് ഇതൊന്ന് ആലോചിക്കുക. എൻ്റെ റിലേഷൻസ് അത് റിലേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്ന പാർട്ട്ണറില്ല, ഞാൻ പല വട്ടം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കടന്നു പോകുന്ന ഏത് റിലേഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതിൽ ഏതെങ്കിലും പോയിന്റ്സ് നമ്മളുടെ ആ ഒരു ബന്ധത്തിന് വരുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിരിക്കും അത് ടോക്സിക് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ടോക്സിസിറ്റി ഉള്ള റിലേഷൻസ് ഐഡന്റിഫൈ ചെയ്തു അല്ലേ. അപ്പം നെക്സ്റ്റ് നമ്മളുടെ കാര്യം എന്താ, നമ്മൾ അവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതായത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഇഗ്നോർ ചെയ്യുക. അതായത് അവരെ ശ്രദ്ധിക്കാൻ പോണ്ട, അവരെന്ത് പറഞ്ഞാലും അവരവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ, നമ്മളത് ശ്രദ്ധിക്കാൻ പോണ്ട. നമ്മളുടെ ലൈഫിനെ അത് ബാധിക്കാത്തടത്തോളം നമ്മളത് ശ്രദ്ധിക്കണം. പക്ഷേ ഈ ഇഗ്നോറിംഗ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മളുടെ പാർട്ട്ണറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ അത്രയും എന്താ പറയുക അടുത്ത് നിൽക്കുന്ന ഒരു ബന്ധത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒട്ടും ഫീസിബിൾ അല്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ആളുടെ അടുത്ത് നമ്മൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അവരുടെ അടുത്ത് പറയുക, എനിക്ക് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫീൽ ആവുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബൗണ്ടറീസ് വെക്കുന്ന ചില റിലേഷൻസ് ഉണ്ടായിരിക്കും. അതായത് നീ ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവിടെ നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഓൺലി ഫോർ നമ്മളുടെ ആ ഒരു പാർട്ട്ണറെ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇതാണ് ഇഷ്ടം, അങ്ങനെ നമ്മൾ തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതിപ്പോൾ നമ്മളുടെ ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം, നമ്മുടെ പാർട്ട്ണറായിരിക്കാം, അങ്ങനെ നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ആളുകളെ ഒന്നും നമുക്ക് അങ്ങനെ ഇഗ്നോർ ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ നന്നായി തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ എത്ര തുറന്ന് സംസാരിച്ചാലും 1-2 ദിവസത്തേക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ടായേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവർ പഴയ പോലെ തന്നെ ആവുന്നത് നമുക്ക് കാണാം. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടുള്ളൂ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ മാരേജ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അതല്ല ഇപ്പോൾ റിലേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞിട്ടും അവരത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമുക്ക് വേണ്ടി മാറാൻ തയ്യാറല്ല എന്നാണ് കേട്ടോ അർത്ഥം. അതായത് നമ്മളൊരു ഇൻഡിവിജ്വൽ അല്ലേ, നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ പറയാനായിട്ടുള്ള റൈറ്റ്സ് ഉറപ്പായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ അത്രയും ഹേർട്ട് ആവുന്നു, നമ്മൾ അത്രയും അഫക്റ്റ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് യാതൊരു വിലയും തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻ വേണ്ടാന്ന് വെക്കുന്നത് കേട്ടോ ഏറ്റവും നല്ലത്. പക്ഷേ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്, ഞാനിപ്പോൾ ഈ പറഞ്ഞ അത്ര എളുപ്പത്തിൽ ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് അല്ലേ. അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു പാർട്ട്ണർ ആയാലും നമ്മളുടെ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മൾ ടോക്സിക് ആണ് എന്നറിഞ്ഞാൽ പോലും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോരുത്തരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കും, ഓ ഞാൻ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടോക്സിക് റിലേഷനിലൂടെ ആണല്ലേ എന്ന്. പക്ഷെ എന്നാലും നമ്മൾ എന്താ ചെയ്യുക, നമ്മളത് പാച്ചപ്പ് ചെയ്ത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. കാരണം നമുക്ക് എന്താ ഇതൊരു റുട്ടീനായിപ്പോയി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പാർട്ടായിപ്പോയി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കാന്നുള്ളത് നമുക്ക് അത്ര ഈസി ആയിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അത്രയും മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടിനോട് നമ്മൾ തുറന്നങ്ങ് സംസാരിക്കുക, നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം അവരുടെ അടുത്ത് പറയുക. അപ്പം നമ്മളുടെ മനസ്സിൽ ആ ഒരു ബേർഡൻ നമുക്ക് കുറയുന്നതായിട്ട് തോന്നും കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇനി നമ്മളുടെ ലൈഫിൽ വരുന്ന ആളുകൾക്കൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക കേട്ടോ. ആരെയും നമ്മൾ അധികം അങ്ങനെ അടുപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആരെയും അടുപ്പിക്കാതെ എല്ലാവരെയും അങ്ങോട്ട് മാറ്റി നിർത്തണം, അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ടോക്സിക് റിലേഷനിലോട്ട് എൻ്റർ ആവാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കുറയ്ക്കാന്നുള്ളതാട്ടോ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മളുടെ അതായത് കുറച്ചും കൂടെ നല്ല ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പോസിറ്റിവിറ്റിയും ഹാപ്പിനെസ് ഒക്കെ തരുന്ന ഒരു ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കുറച്ചും കൂടെ ബൗണ്ടറീസ് മറ്റുള്ളവർക്ക്
മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാനും കൂടെ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അവർക്ക് വേണ്ടിയിട്ടായിരിക്കും. അതായത് നമ്മളൊരു ഗിഫ്റ്റ് മേടിക്കുന്നതാണെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ അവർക്ക് കുഞ്ഞു കുഞ്ഞു പ്രസൻസ് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിലോ അതിൽ പല സാധനങ്ങളും നമ്മൾ കൊടുക്കുന്ന പല സാധനങ്ങളും നമ്മൾക്ക് വേണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്ന സാധനങ്ങളായിരിക്കും. പക്ഷെ അതൊന്നും ഒരിക്കൽ പോലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അത്രയും ഒരു എമൗണ്ട് നമുക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യണം, അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈവൻ ദോ നമ്മളൊരു ടോക്സിക് റിലേഷനിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മളുടെ സെൽഫ് കെയറിന് പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മളെ സ്നേഹിച്ച് നമുക്ക് എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ, നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാനായിട്ട് ഇഷ്ടം, ആ ആള് ഇനി നമ്മളുടെ ലൈഫിൽ ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ ബൗണ്ടറീസ് വെച്ചതും നീ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ നിന്നെ കുറിച്ച് ഇങ്ങനെ പറയും, അങ്ങനെ ബൗണ്ടറീസ് ഒന്നും നമുക്ക് ഇനി ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയായിരുന്നോ ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത് അതൊക്കെ അങ്ങോട്ട് ചെയ്യുക. നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കുറച്ചും കൂടെ ഒരു സെൽഫ് കെയർ കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, നമ്മളുടെ കയ്യിൽ ഇതൊന്നും നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു തെറാപ്പി എടുക്കുക, ഒരു കൗൺസിലിങ്ങിന് പോകാന്നുള്ളത് കേട്ടോ. അതായത് അതൊന്നും ഇപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പീപ്പിൾ പ്ലീസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് പോയിരുന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മളുടെ ഒരു പരിധിയിൽ നിൽക്കില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തെറാപ്പി എടുക്കാം കേട്ടോ. ഒരു കൗൺസിലിംഗ് ഒരു 2 സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ആ ഒരു സങ്കടങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുക. അതൊന്ന് നമ്മളുടെ മനസ്സിൽ നിന്ന് അത് പോകുന്നത് വരെ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോയിൽ ആകെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് സുപരിചിതമായ ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ പോലും പല ആളുകളും ഇതിപ്പോഴും സീക്രട്ടായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ സത്യം. അതായത് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പല പല വീഡിയോസ് കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പല പല എഴുത്തുകൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടാലും ഇതൊക്കെ നമ്മൾ കേട്ടാലും ഇതൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.